വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഓം ശ്രീം വിഷ്ണുമായ ജാതൻ സ്വാമിയേ നമ. സ്വാമിയുടെ ഭക്തജനങ്ങൾ, സ്വാമിയുടെ ഉപാസകർ, സ്വാമിയുടെ കോമരങ്ങൾ എന്നു തുടങ്ങി സ്വാമിയെ അടുത്തറിയുന്ന എല്ലാവരും അറിയേണ്ടതാണ് സ്വാമി എന്താണ് എന്ന്. ഒരു മനുഷ്യജന്മം മുഴുവൻ ഉപാസിച്ചാലും അടുത്തറിഞ്ഞാലും ആ പൊരുളെന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് ഭഗവാൻ തന്നെ നിശ്ചയിച്ചാലേ അവനവന് ആ ഒരു ആന്തരിക ജ്ഞാനം കിട്ടൂ. അതിനായി നിങ്ങൾ ഈ ലോകത്ത് എല്ലായിടത്തും പോയി ഇങ്ങനെ അലയേണ്ട ആവശ്യമേ ഇല്ല. ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്നും എനിക്ക് ഗുണം കിട്ടിയില്ല എന്നും പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയി, അവിടെ ചെന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി, ഇങ്ങനെയുള്ള ഈ പ്രയാണങ്ങൾ വെറും പ്രയാണങ്ങൾ മാത്രമാണെന്നും അർത്ഥരഹിതമാണെന്നും മനസ്സിലാക്കിക്കൊള്ളണം. ഭഗവാന് സേവകരും കോമരങ്ങളും ഭക്തജനങ്ങളും ഉപാസകരും എല്ലാവരെയും സ്വാമി കാണുന്നത് ഒരേ രീതിയിൽ മാത്രമാണ്. അവിടെ തുലനം ചെയ്യുന്നത് സ്വാമി അവൻ്റെ മനോഗതിക്കനുസരിച്ചാണ്, മനസ്സിനനുസരിച്ചാണ്. നിർമ്മലമായ മനസ്സിനുടമകളുടെ മുൻപിൽ നിർമ്മലനായി വിളിക്കുന്ന രൂപത്തിൽ, ഭാവത്തിൽ, വിളിക്കുന്ന കാര്യത്തിൽ, സമയത്തിൽ ഭഗവാൻ എത്തിച്ചേരും. അതിനൊരു സംശയവുമില്ല. അതല്ലാതെ ലോകത്തിന് ഈ പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളിലേക്ക് സ്വാമിയെ വിളിച്ചു കഴിയുമ്പോൾ സ്വാമിയുടെ ഓരോ പ്രവർത്തികളും അതിനകത്തേക്ക് വേണ്ടി ആകർഷിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്വാമീനെ നിർബന്ധിച്ച് കഴിയുമ്പോൾ, അവിടെ സ്വാമി രൂപം മാറുകയും ഭാവം മാറുകയും അവനത് സാധിച്ചു കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ സാധിക്കുന്നതിന് മുമ്പ്, അവൻ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും പഠിപ്പിക്കുകയും കൂടി ചെയ്യും. ഒപ്പം ശാസിക്കുകയും ചെയ്യും. കാരണം വലത് കൈയിൽ ഇരിക്കുന്നത് വടിയാണ്, ശാസിക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഒന്ന് തന്നെ മനസ്സിലാക്കുക. ആദ്യഗതിയിൽ ഭക്തരാണല്ലോ, ഭക്തരില്ലെങ്കിൽ ഭഗവാൻ ഇല്ലല്ലോ. ആ ഭക്തജനങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പഠിച്ച് സേവിക്കുക, പഠിച്ചതിന് ശേഷം സേവിക്കുക, അറിഞ്ഞതിന് ശേഷം സേവിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ വിഷ്ണുമായ ജാതൻ സ്വാമിയെ ഭക്തർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.